നമ്മളൊരു ചൊറുക്കുള്ളൊരു വാഹനം വേണമെന്നായിരുന്നു നമ്മളൊരു കണ്ടീഷന്. അത് നിങ്ങൾ പിന്നെ 100% ഗ്യാരണ്ടി പറയുമ്പോ അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ്. ഷോറൂമിൽ നിന്ന് ഇറക്കണ അതേ സ്ഥിതിയിലാണ് ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. ഒന്ന് നമ്മള് വാഹനം ഡെലിവറി കൊടുക്കുന്നത് മലപ്പുറം വെള്ളോമ്പുറത്ത് കാണല്ലേ. ഷംസുക്ക ഒരു ദിവസം വൈകിട്ട് നമ്മളെ PC കാർ സ്പോട്ടിൽ വന്ന് വാഹനങ്ങളൊക്കെ കണ്ട് അത് ശരിക്കും ഈ വാഹനം ശരിക്കും നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അന്ന് കണ്ടിട്ടൊന്നുമില്ല വാഹനം ശരിക്കും. ഇന്ന് നമ്മൾ ശരിക്കും വൈകിട്ട് 6 മണിയായിട്ടുണ്ട്. ഇന്ന് നമ്മൾ 6ാമത്തെ വാഹനം ഡെലിവറി കൊടുക്കുന്നത്. പെരുന്നാളിന്റെ തലേന്നായതുകൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു. അതിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ കമ്മിയായിട്ടുണ്ട് അവിടെ. അതിൽ നിങ്ങൾ ആദ്യം ക്ഷമ വെക്കണം അവിടെ. ഓക്കെ. അപ്പൊ സംസുഖാന്റെ ഫാമിലി ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സംസുഖ 2-3 പ്രാവശ്യം PC കാർ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളായിട്ട് കുറെ സംസാരിച്ചിട്ടുണ്ട്. വാഹനത്തിന്റെ ഹബിന്റെ സ്ഥലത്താണ് വന്നിട്ട് നമ്മളെ PC കാർ സ്പോട്ട് ഉള്ളേരിയിൽ നിന്ന് വന്നിട്ട് വാഹനം എടുക്കുന്നത്. സംസുഖ എങ്ങനെയാ നമ്മളെ PC കാർ സ്പോട്ട് തെരഞ്ഞെടുക്കാനുള്ള കാരണം? ഇപ്പൊ എന്താ വെച്ചാല് നമ്മളൊരു ചൊറുക്കുള്ളൊരു വാഹനം വേണമെന്നായിരുന്നു നമ്മളൊരു കണ്ടീഷന്. അപ്പൊ അത് വന്നു നിങ്ങളോട് സംസാരിച്ച് അപ്പൊ അത് നമ്മക്ക് ഇങ്ങനെ അത് ഓക്കെയാണ് തോന്നിയപ്പോ പിന്നെ അതിന് കൂടുതൽ സംസാരിക്കാൻ നിന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞൊരു ഡേറ്റ്, ആ ഡേറ്റിന് നിങ്ങൾ വാഹനം തരാൻ കഴിഞ്ഞു. അതിന് സംസുഖ വന്ന ടൈമില് ഇതേ സ്ഥാനത്ത് ഇതേ മോഡല് വാഹനകാരങ്ങൾ നേരിട്ട് വന്ന് കാണണേ. അതെ, നമ്മള് ഇതിന്റെ മുമ്പ് കണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഇതുപോലുള്ളൊരു വാഹനമാണ് വേണ്ടത് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണല്ലോ. കറക്റ്റ് ടൈമിൽ നിങ്ങൾ നേരിട്ട് ഈ മോഡലിൽ വാഹനം വന്ന് കണ്ടു. എന്നോട് ചോദിച്ചു നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ഇതേ മോഡലിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് എത്ര വരും ചോദിച്ചു. നമ്മൾ റേറ്റും പറഞ്ഞ് അന്ന് തന്നെ ഓക്കെ ആക്കി പിറ്റേന്ന് തന്നെ ഏകദേശം എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു തന്നു. നമ്മൾ PC കാർ സ്പോട്ടിന്റെ ട്രസ്റ്റിലാണ് ഈ വാഹനം എടുത്തത്. വാഹനം ഇതുവരെ ഓടിച്ചു നോക്കിയില്ല, സ്റ്റാർട്ട് ചെയ്ത് പോലും നോക്കിയില്ല. ഇല്ലല്ലോ, നോക്കിയിട്ടില്ല. ഇനി പോകുമ്പോഴാണ് ഇപ്പൊ നമ്മള് അത് നിങ്ങൾ പിന്നെ 100% ഗ്യാരണ്ടി പറയുമ്പോ അതിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ്. എന്തുണ്ടെങ്കിലും നമ്മളിപ്പോ ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കണ അതേ സ്ഥിതിയിലാണ് ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. നിങ്ങളെ നമ്മളോട് പറഞ്ഞു ചെയ്തേണ് ഇതിമ്മഞ്ഞി എന്താണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചോളി, എന്ത് വേണമെങ്കിലും ചെയ്യാന്നും പറഞ്ഞാണ്. പിന്നെ നമുക്ക് അതിലൊരു ഇതില്ലല്ലോ. എങ്ങനെയുണ്ട് വാഹനം വന്ന് കണ്ടപ്പോ നമ്മള് പിന്നെ ഇതിന്റെ മുമ്പ് കണ്ടതന്നെ അവനോട് പറഞ്ഞാണ് അതുപോലെയുള്ള തന്നെയാണ് ഇപ്പൊ നമുക്ക് തരാനുള്ളത്. കൂടുതൽ നോക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ്. ക്വാളിറ്റി ആയിട്ടില്ലേ? ആരൊക്കെ വന്നില്ലേ? ഫാമിലി മൊത്തം വന്നിട്ടുണ്ട്. ഫാമിലി മൊത്തം വന്നാണ്. അനിയനാണ്. നിസാർക്ക് 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള അനുഭവം? കുഴപ്പമില്ല, ഉഷാറാണ്, അടിപൊളിയാണ്. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളെ മോനാണ്. എന്ത് പേരുതാ? ഷിമിൽ ഷാൻ. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി, സൂപ്പറാണ്. ഓക്കെ. ഇവിടെ ഒരു അടിപൊളി മോനുണ്ട്. പേരെന്താ? മുഹമ്മദ്. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ അല്ലേ? സെറ്റാണ്. ഓക്കെ. ഇത് ആമിന. വാന എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? സെറ്റാണ്. ഓക്കെ. ഇത് മോള. പേരെന്തേനും? ഷിയാന. വൈഫല്ലേ? എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പറാണ്. ഇത് പേര്? ജംഷീന. ഓക്കെ. ഇത് ഷെഹിൻഷാൻ. ഓക്കെ. സെറ്റല്ലേ വണ്ടി? അടിപൊളിയാണ്, പൊളിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ PC കാർ സ്പോട്ട് എന്നും ഉണ്ടാവും. ഒരു പേടിയും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനിയുള്ള യാത്രകളൊക്കെ അടിപൊളിയാവട്ടെ, ഉഷാറാവട്ടെ. നമുക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം.